എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഹിരോഷിമയിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ ടോക്കിയോയിലേക്ക് പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് ഹിരോഷിമ ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഹിരോഷിമയിൽ നിന്ന് ബുള്ളറ്റ് ട്രെയിനിനാണ് ടോക്കിയോയിലേക്ക് പോകുന്നത്. ഇവിടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ വെയിറ്റിംഗ് ഏരിയയിലൊക്കെ കുട്ടികൾക്ക് കളിക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കാർപ്പറ്റൊക്കെ വിരിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട്. ഇതിൻ്റെ താഴത്തെ നിലയിൽ തന്നെ എല്ലാ ഷോപ്പിംഗ് സൗകര്യങ്ങളും ഉണ്ട്. അവിടെ വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് കാണുന്നുണ്ട്. ആ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഞങ്ങൾ ഏതായാലും ഒന്ന് കയറി നോക്കുകയാണ്. നമുക്ക് സമയമുണ്ട്. ഇനിയും 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഹിരോഷിമയിലേക്കുള്ള ബുള്ളറ്റ് ട്രെയിൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഷോപ്പിൽ കയറി നോക്കുകയാണ്. ഈ ഷോപ്പ് ശരിക്കും ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ലുലു മാളുകൾ പോലെ തന്നെ വിവിധ ഡിവിഷനുകളിലായിട്ട് പലതര സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിലയും ഒക്കെ എഴുതി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഷോപ്പിംഗ് ഐറ്റംസ്, വൈന്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ വെച്ചിട്ടുണ്ട്. റെഡി ടു കുക്കായിട്ടുള്ളതും കുക്ക്ഡ് ഫുഡും എല്ലാം ഉണ്ട്. റെഡി ടു ഈറ്റും എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാം പാക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് അടുക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ലുലു മാളിൽ കയറിയ ഒരു പ്രതീതി തന്നെയാണ് ഇവിടെ കയറുമ്പോൾ നമുക്ക് തോന്നുന്നത്. അത്രയധികം തിരക്കൊന്നുമില്ല. ഇതൊക്കെ റെഡി ടു ഈറ്റ് സാധനങ്ങളാണ്. അതുപോലെ ജ്യൂസുകളും മറ്റും കുടിക്കുന്നതിനുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ആൾക്കാർ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. വളരെയധികം ഐറ്റംസാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. വളരെ വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് നമ്മൾ ഈ കയറിയിട്ടുള്ളത്. ഇതെല്ലാം മീറ്റ് ഐറ്റംസ് എല്ലാം പാക്ഡ് ആക്കി വെച്ചിരിക്കുകയാണ്. മീറ്റ് ഐറ്റംസ് ആണ് ഇതെല്ലാം. പലതരം മീറ്റുകൾ ഫ്രീസ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ വിദേശങ്ങളിലൊക്കെ ലഭിക്കുന്നതാണ്. അത് ജപ്പാനിലും ഇതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും അതുപോലെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഹിരോഷിമയിലെ റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റാണ് ഇത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചുറ്റി നടന്നു. ചെറിയ സാധനങ്ങളൊക്കെ ആരൊക്കെയോ വാങ്ങുകയും ചെയ്തു. നമ്മൾ നോക്കുമ്പോൾ ഇതിനൊക്കെ നല്ല വില തന്നെയാണ്. ഒരാപ്പിളിനൊക്കെ ഏകദേശം ഒരാപ്പിളിന് മാത്രം ഒരു 75 രൂപയൊക്കെ വില വരുന്ന രീതിയിലൊക്കെയാണ് അവിടെ ആപ്പിളും ഓറഞ്ചും ഫ്രൂട്ട്സും ഒക്കെ വെച്ചിരിക്കുന്നത്. എല്ലാം നല്ല വൃത്തിയിലും ഭംഗിയായിട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്. അത് വളരെ അട്രാക്റ്റീവ് തോന്നത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത്. പഴങ്ങളൊക്കെ ഒരു 3-4 വീതമൊക്കെ റാപ്പ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ആപ്പിളിനൊക്കെ 158 എന്നാണ് എഴുതിയേക്കുന്നത്. ഏകദേശം നമ്മുടെ ഒരു 75-80 രൂപ വരും ഒരാപ്പിളിന്. വെജിറ്റബിൾസ് എല്ലാം പ്രത്യേകം ഒക്കെ വെച്ചിരിക്കുന്നു. നമ്മുടെ ലുലു മാളിലൊക്കെ ഇങ്ങനെ തന്നെ കാണാം. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും വെച്ചിട്ടുള്ളത്. അങ്ങനെ വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് നമ്മൾ കയറിയ ഈ ഹൈപ്പർ മാർക്കറ്റ്. അതിനുശേഷം നമുക്ക് ഇനി പോകേണ്ട സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോകണം. പ്ലാറ്റ്ഫോം മുകളിലത്തെ നിലയിലാണ്. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. ഈ ബുള്ളറ്റ് ട്രെയിനുകളിൽ ജപ്പാനിലെ ഷിങ്കാസൻ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഷിങ്കാസൻ സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ബുള്ളറ്റ് ട്രെയിനിന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ഷിങ്കാസൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഇതുപോലെ ടിക്കറ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് വേണം അകത്തേക്ക് കയറാൻ. സ്വൈപ്പ് ചെയ്ത ടിക്കറ്റ് അകത്ത് കയറുമ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഇത് മറ്റൊരു ചേംബറിലേക്ക് പോകും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അടുത്ത സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ ടിക്കറ്റ് ആവശ്യമുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഒരാൾ നിന്ന ടിക്കറ്റുകളൊക്കെ നമുക്ക് എടുക്കുകയാണ്. എന്നിട്ടും ഒരാളുടെ ടിക്കറ്റ് ചേംബറിലേക്ക് പോയി പിന്നെ അവിടുത്തെ സെക്യൂരിറ്റിയെ വിളിച്ച് ആ ടിക്കറ്റ് തിരിച്ചെടുപ്പിക്കേണ്ടതായിട്ട് വരികയും ചെയ്തു. അപ്പോൾ എല്ലാവരും നമ്മൾ അകത്ത് കയറി മുകളിലത്തെ നിലയിലേക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. വിമാനത്താവളത്തിലേതുപോലെ തന്നെയാണ് ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ ഉള്ളത്. പ്ലാറ്റ്ഫോമുകളൊക്കെ രേഖപ്പെടുത്തിയ ബോർഡുകളൊക്കെ ഉണ്ട്. അത് നോക്കി നമ്മൾ നമ്മുടെ 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ട്രെയിൻ അവിടെ കിടക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് പുറപ്പെടുന്ന ട്രെയിനാണെന്നാണ് തോന്നുന്നത്. അല്പം സമയമായിട്ട് അവിടെ കിടക്കുകയാണത്.
പ്ലാറ്റ്ഫോമിൽ ട്രെയിനിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാനുള്ള ചില സെക്യൂരിറ്റി ക്രമീകരണങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. അവിടെയൊക്കെ പ്രത്യേക ട്രെയിൻ പോകുന്ന സമയത്ത് ഈ ഒരു ബാരിയർ പോലെയുള്ള ഭാഗം അത് അടഞ്ഞ ശേഷമാണ് ട്രെയിൻ പോവുള്ളൂ. അപ്പോൾ ആരും തന്നെ ട്രെയിനിൻ്റെ അടുത്തേക്ക് വീണ് പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളേതായാലും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് എതിർവശത്തുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു ട്രെയിൻ വരുന്നതാണ് ഈ കാണുന്നത്. ഇത് ട്രെയിൻ വരികയും വളരെ വേഗത്തിൽ തന്നെ അതിൽ കടന്നു പോകുന്നതായിട്ട് കാണാം. നല്ല സ്പീഡിലാണ് ഈ ട്രെയിൻ പോകുന്നത്. ഇതിൻ്റെ മുൻപിലും പുറകിലും എൻജിനുണ്ട് ഈ ട്രെയിനിന്. ഏതായാലും വളരെ സ്പീഡിൽ ആ ട്രെയിൻ അങ്ങ് പോവുകയും ചെയ്തു. നമ്മളൊരല്പം നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ വരികയാണ്. അത് കൃത്യസമയത്താണ് ഈ ട്രെയിൻ വരുന്നത്. വളരെ കറക്റ്റായിരിക്കും അതിൻ്റെ ടൈം. ഇവിടെ ഒരു 2 മിനിറ്റ് മാത്രമേ നിർത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നടത്തുകയാണ്. അതിൻ്റെ ഗേറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും നമ്മൾ ക്യൂ നിൽക്കണം. ആ ക്യൂ പ്രകാരം തന്നെ വളരെ പെട്ടെന്ന് തന്നെ അകത്ത് കയറുകയും വേണം. വിമാനത്തിനകത്തുള്ളത് പോലെയുള്ള അറേഞ്ച്മെൻറ്റുകളൊക്കെയാണ് ഈ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിനകത്ത് നമ്മൾ കാണുന്നത്. ഒരു സൈഡിൽ 3 സീറ്റും മറു സൈഡിൽ 2 സീറ്റുമായിട്ട് 5 സീറ്റുകളാണ് ഒരു റോയിലുള്ളത്. വിമാനത്തിനുള്ളതുപോലെ ലഗേജൊക്കെ വയ്ക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ പുതിയ ട്രെയിനുകൾക്കൊക്കെ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനുകളിലൊക്കെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. എന്തായാലും വളരെ നീറ്റായിട്ടാണ് ഈ ട്രെയിൻ സൂക്ഷിച്ചിട്ടുള്ളത്. 15 DE എന്ന സീറ്റുകളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഏതായാലും നമ്മൾ ഇരിക്കലും ട്രെയിൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഏകദേശം നല്ല സ്പീഡിൽ തന്നെയാണ് ട്രെയിൻ പുറപ്പെട്ടു പോകുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെയുള്ള ട്രെയിനുകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇനിയും അനേക ദൂരം പോയാലേ ജപ്പാനോടും ചൈനയോടും ഒക്കെ ഒപ്പം എത്താൻ പറ്റുകയുള്ളൂ. നല്ല വൃത്തിയുള്ളതാണ് കമ്പാർട്ട്മെൻറ്റ്. യാത്രക്കാർ സ്വയം ഇത് വൃത്തിയാക്കി സൂക്ഷിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ പൗരബോധം ഇനിയൊക്കെ വളരെയധികം മെച്ചപ്പെട്ടാൽ മാത്രമേ നമ്മുടെ പൊതുസ്ഥലങ്ങളും പൊതുമുതലുകളും ഒക്കെ ഇതുപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. എന്തായാലും നമ്മൾ എല്ലാവരും സീറ്റൊക്കെ ലഭിച്ച് വളരെ സുഖകരമായി ഇരുന്ന് നന്നായിട്ട് യാത്ര ആസ്വദിക്കുകയാണ്. ബുള്ളറ്റ് ട്രെയിനിൽ നേരത്തെ ഞങ്ങൾ ബുള്ളറ്റ് ട്രെയിനിൽ ചൈനയിലും ഒക്കെ കയറിയിട്ടുള്ളതാണ്. എന്നാലും ഇതിനകത്ത് ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിനിൽ കയറുന്നവരൊക്കെ ഉണ്ട്. എന്തായാലും വളരെ സുഖകരമായിട്ട് നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ഈ ട്രെയിന് നൊസോമി എന്ന സ്ഥലത്തു നിന്ന് ടോക്കിയോയിലേക്ക് പോകുന്നതാണ്. ട്രെയിന് നല്ല സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജപ്പാൻ്റെ ഗ്രാമങ്ങളും അതുപോലെ തന്നെ ടൗണുകളും ഒക്കെ നഗരങ്ങളും ഒക്കെ കടന്നാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ യാത്രയിൽ അനേകം തുരങ്കങ്ങളിലൂടെ ഈ ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. അതുപോലെ വളരെ വയലുകളായിട്ടുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം കടന്നാണ് ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 800-ലധികം കിലോമീറ്ററാണ് ടോക്കിയോയിലേക്കുള്ള ദൂരം. ഹിരോഷിമയിൽ നിന്ന് 4 മണിക്കൂർ നേരം കൊണ്ടാണ് ഈ ട്രെയിൻ ടോക്കിയോയിൽ എത്തുന്നത്. അതിനിടയ്ക്ക് 5-6 സ്റ്റേഷനുകളിൽ ഇത് നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ട്രെയിനിന് ഏകദേശം 300 കിലോമീറ്ററാണ് സ്പീഡ്. ഇത് 350 വരെ കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ട്രെയിനാണ്. പക്ഷേ ഇപ്പോൾ അത് 300 കിലോമീറ്റർ സ്പീഡായിട്ട് അത് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ചൈനയിൽ പക്ഷേ ഞങ്ങൾ കയറിയ ട്രെയിന് 350 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നുണ്ടായിരുന്നു. അതുപോലെ ചൈനയിലുള്ള മാഗ്ലീവ് എന്ന് പറയുന്ന ട്രെയിന് 450 കിലോമീറ്റർ സ്പീഡിൽ വരെയൊക്കെ പോകുന്നതാണ്. ജപ്പാനിലും മാഗ്ലീവ് ട്രെയിൻ ഉണ്ട്. അത് 650 കിലോമീറ്റർ സ്പീഡ് വരെയൊക്കെയുള്ള റെക്കോർഡ് സ്പീഡ് പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നും കോമൺ ആയിട്ട് യാത്രയ്ക്ക് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഷിങ്കാസൻ എന്ന് പറയുന്ന ഈ റെയിൽവേ ശൃംഖലയാണ്. അത് ആണ് ജപ്പാനിൽ വളരെ ജനപ്രീതി ആർജിച്ച ബുള്ളറ്റ് ട്രെയിൻ. അത് 300 കിലോമീറ്റർ സ്പീഡാണ് ആവറേജ് പോകുന്നത്. ജപ്പാനാണ് ലോകത്ത് ആദ്യമായിട്ട് ഈ ട്രെയിനിൻ്റെ സ്പീഡുകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമമൊക്കെ തുടങ്ങിയത്. 1940 തന്നെ 200 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ട്രെയിനുകൾ ജപ്പാനിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം അല്പനാൾ ഇതിൻ്റെ പദ്ധതികളൊക്കെ മുടങ്ങി. പിന്നീട് 1964 ഒക്ടോബറിൽ 1ാം ടോക്കിയോ ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് ഈ ഷിങ്കാസൻ എന്ന പേരിൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുകയും അങ്ങനെ ടോക്കിയോയിൽ നിന്നും ഒസാക്കയിലേക്ക് 6 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് ട്രെയിൻ ഓടിയെത്തുകയും ചെയ്തു. അത് അന്നത്തെ റെക്കോർഡായിരുന്നു.
അങ്ങനെ തുടക്കത്തിൽ തലസ്ഥാനമായ ടോക്കിയോയിൽ നിന്നും പ്രധാനപ്പെട്ട മറ്റ് നഗരങ്ങളിലേക്ക് ബന്ധപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഷിങ്കാസൻ ട്രെയിനുകൾ ഓടിത്തുടങ്ങിയതെങ്കിലും ഇപ്പോൾ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് 2951 കിലോമീറ്റർ നീളത്തിൽ ഈ ഷിങ്കാസൻ ട്രെയിനുകൾ, ബുള്ളറ്റ് ട്രെയിനുകൾ ഓടുന്നുണ്ട്. അതിന് 260 കിലോമീറ്റർ മുതൽ 320 കിലോമീറ്റർ വരെ സ്പീഡാണ് പല ലൈനുകളിലും അതിന് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു യാത്രാമാർഗമാണിത്. അതുപോലെ തന്നെ വളരെയധികം സെക്യൂരിറ്റി ഫീച്ചേഴ്സും ഈ ട്രെയിനിന് ഇവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ മറ്റൊരു ടൗണ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒസാക്കയൊക്കെ പ്രധാനപ്പെട്ട ടൗണുകളാണ്. ആ ടൗണാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നമ്മൾ. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല നഗരത്തിൻ്റെ നടുക്കോട് തന്നെയാണ് ഇപ്പോൾ ട്രെയിൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നഗോയ എന്ന് പറയുന്നതും മറ്റൊരു വലിയൊരു ടൗണായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഗ്രാമപ്രദേശങ്ങളിൽ വളരെയധികം കൃഷിസ്ഥലങ്ങളൊക്കെ കടന്നു പോന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ കൃഷിസ്ഥലങ്ങളൊക്കെ ആണ്. എന്നാലും അവിടെയെല്ലാം ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇത് വലിയൊരു സോളാർ പാനൽ ഫീൽഡാണ് കാണുന്നത്. അപ്പോൾ ഇവിടെയും കറണ്ടിന് വേണ്ടി സോളാർ പാനലുകൾ വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരുപാട് സോളാർ പാടങ്ങളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ നല്ല കൃഷിസ്ഥലങ്ങളും അനേകം സ്ഥലത്ത് കണ്ടു. അതുപോലെ പുഴകളും എല്ലാം നമ്മൾ കണ്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അധികം പാലങ്ങളും തുരങ്കങ്ങളും എല്ലാം ഈ വഴിയിൽ നമ്മൾ അനേകം കാണുന്നുണ്ട്. കുറേ തുരങ്കങ്ങൾ കടന്നാണ് ഈ ട്രെയിൻ കടന്നു പോന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു അനവധി തുരങ്കങ്ങളുണ്ട്. 10,000-ലധികം തുരങ്കങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ പല തുരങ്കങ്ങളും ട്രെയിനിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, റെയിൽവേ ലൈൻ പോകുന്നതുമാണ്. ഇതെല്ലാം അത്യാവശ്യം ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെയാണ്. അതുപോലെ കൃഷിസ്ഥലങ്ങളും എല്ലാം ഇവിടെ അടുത്തടുത്ത് തന്നെ കാണുന്നുണ്ട്. നല്ല സ്പീഡിലാണ് ഇപ്പോൾ, ഏകദേശം 300 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ട്രെയിനിനകത്ത് നമുക്ക് അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളും തോന്നുന്നില്ല. അനക്കമോ കുലുക്കമോ ഒന്നും ഇതിനകത്ത് അനുഭവപ്പെടില്ല. നല്ല സെക്യൂരിറ്റിയുമാണ്. അങ്ങനെ നമ്മൾ ടോക്കിയോയുടെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ സന്ധ്യയായി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ടോക്കിയോ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ട്രെയിൻ നിർത്തി. ഇവിടെ നിർത്തുന്ന ട്രെയിൻ ആയതുകൊണ്ട് വലിയ തിരക്ക് ഇടേണ്ട ആവശ്യമില്ല ഇറങ്ങാൻ. എന്നാലും നമ്മൾ എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ സ്റ്റേഷൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നടന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ പ്ലാറ്റ്ഫോമൊക്കെ ഏറ്റവും ആദ്യകാലത്ത് നിർമ്മിച്ചതായതുകൊണ്ട് അല്പം പഴക്കം തോന്നുന്നുണ്ട്. നമ്മൾ അകത്തേക്ക് കയറിയതുപോലെ തന്നെ ടിക്കറ്റ് സ്വൈപ്പ് ചെയ്ത് തന്നെ വേണം ഇവിടെയും പുറത്തിറങ്ങാൻ. നമ്മുടെ എല്ലാം മെട്രോയിലൊക്കെ ഇപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. നമ്മളെല്ലാവരും കൂടെ പുറത്തിറങ്ങി. ഇനി നമുക്ക് നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകണം. അതിനു മുമ്പായിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാനായിട്ടും പോകണം. ഇത് ഒരു ബസ് ടെർമിനലാണ്. വളരെ വലിയൊരു കെട്ടിടവും ബസ് ടെർമിനലിനോടനുബന്ധിച്ചുണ്ട്. അതുപോലെ ഈ നഗരത്തിലും ചെറി ബ്ലോസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ടോക്കിയോ നഗരത്തിൽ തന്നെ അനേകം ചെറിമരങ്ങൾ പൂത്ത് ചെറി ബ്ലോസമായിട്ട് നിൽക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ ഒരു രാത്രിക്കാഴ്ചയാണ്, നഗരത്തിൻ്റെ രാത്രിക്കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടോക്കിയോ നഗരം മറ്റുള്ള നഗരങ്ങളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ വലിയ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു നഗരമാണ്. നമുക്കാണ് അവിടെ ബുള്ളറ്റ് ട്രെയിനുകൾ വീണ്ടും ആ ലൈനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നഗരമധ്യത്തിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്, ടോക്കിയോ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അതിൽ ബുള്ളറ്റ് ട്രെയിനുകൾ നിരന്തരം രണ്ട് വശങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടോക്കിയോ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്ന ഇതും പുറപ്പെടുന്നതുമായ ട്രെയിനുകളാണിവ. നമുക്ക് വേണ്ടിയിട്ട് ബസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി നമ്മുടെ ഡിന്നർ കഴിക്കുന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് അങ്ങോട്ടേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ജപ്പാൻ ടോക്കിയോ നഗരത്തിൻ്റെ രാത്രി കാഴ്ചകൾ വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഇവിടെയെല്ലാം ഓഫീസുകളും ഫ്ലാറ്റുകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാ കെട്ടിടങ്ങളിലും നല്ല പൂർണ്ണമായിട്ട് ലൈറ്റൊക്കെ കാണുന്നുണ്ട്. നമ്മൾ നമ്മുടെ റെസ്റ്റോറൻ്റ് ഉള്ള സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് രാത്രിയിൽ ഇവിടെ താമസിച്ച് നാളെയും മറ്റന്നാളും ടോക്കിയോയുടെ
കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങിയ ശേഷം, ഒരു പാർക്കിംഗ് പോലെയുള്ള സ്ഥലത്ത് ഇറങ്ങിയ ശേഷം റെസ്റ്റോറൻറ്റിലേക്ക് നടന്നാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ കാണുന്ന ജപ്പാൻ ടോക്കിയോ നഗരത്തിൻ്റെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹോട്ടൽ മെട്രോപൊളിറ്റൻ, ഡിന്നറിന് ശേഷം നമ്മൾ നമ്മുടെ താമസ സ്ഥലമായ ഹോട്ടൽ മെട്രോപൊളിറ്റനിലെത്തി. 466 നമ്പർ റൂമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. റൂം വളരെ ചെറുതാണ്. ജപ്പാനിലെ ഹോട്ടൽ മുറികളെല്ലാം വളരെ ചെറുതാണ്. എന്നാൽ ടോക്കിയോയിലെത്തിയപ്പോൾ അതിനേക്കാളും ചെറുതായിട്ട് ഉള്ളൊരു റൂമാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ലഗേജുകളൊക്കെ ഒസാക്കയിൽ നിന്ന് നേരിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ ഹോട്ടൽ മെട്രോപൊളിറ്റൻ്റെ 566 നമ്പർ റൂമിൽ നമ്മുടെ ആ ടി വിയിൽ നമ്മുടെ പേരൊക്കെ എഴുതി വരുന്നുണ്ട്. അങ്ങനെ ഇന്നിവിടെ വിശ്രമിച്ച് നമ്മൾ നാളെ ടോക്കിയോയുടെയും അതുപോലെ തന്നെ മൗണ്ട് ഫുജി അതിൻ്റെയൊക്കെ കാഴ്ചകളും വീഡിയോയും ഒക്കെ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.